വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ റസാഖ് ആണെങ്കിൽ രേഷ്മയുടെ ആ ഒരു തുണിക്കട ടെക്സ്റ്റൈൽസിലേക്ക് വരുന്നുണ്ട്. അന്നേരം വരുമ്പോൾ തന്നെ ആദ്യം രേഷ്മയ്ക്കൊരു പിന്നെ പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അകത്തേക്ക് കയറിയ ശേഷമാണെങ്കിൽ റസാഖ് ആ ഒരു മുൻപൊരിക്കൽ അവിടെ തമിഴ്നാട്ടിൽ വെച്ച് ആ ഒരു ശെൽവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ശെൽവൻ്റെ മകളുണ്ടായിരുന്നല്ലോ, ആ കുട്ടിയാണെങ്കിൽ ഒരിക്കൽ രേഷ്മയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാണുമ്പോൾ അന്ന് കണ്ടപ്പോൾ പക്ഷേ റസാഖിന് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയം തോന്നിയില്ല. പക്ഷേ ഇന്ന് അവിടെ വെച്ച് കാണുമ്പോൾ ആ കുട്ടിയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇവളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് റസാഖ് അത് ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് ആ തമിഴ്നാട്ടിൽ വെച്ച് കണ്ട കാര്യം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് റസാഖിനെ കണ്ടുകൊണ്ട് ഈ കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം റസാഖ് ആണെങ്കിൽ രേഷ്മയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാഫൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രേഷ്മയ്ക്ക് ആകപ്പാടെ ഒരു വെപ്രാളമൊക്കെ വരുന്നുണ്ട്. ഇല്ല സാർ, അങ്ങനെ ആരും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ആ ഒരു കള്ളത്തരമാണ് രേഷ്മ പറയുന്നത് എന്നുള്ളത് അവിടെ റസാഖിന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റസാഖിനെ അതിൻ്റെ പിന്നാലെ അന്വേഷണത്തിന് പോകുമായിരിക്കും. ആ ഒരു സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം രോഹിത്തും പിന്നെ ശിവനും കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ശാരദാമ്മയുടെ കടയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ രോഹിത്ത് അവിടത്തേക്ക് വന്നതായിരിക്കാം, ശിവനൊരു പക്ഷേ കൊണ്ടാക്കാനായിട്ട് വന്നതായിരിക്കാം. അപ്പോൾ ഇറങ്ങുന്നില്ലേന്ന് ഇങ്ങനെ ശിവനോട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടം വരെ വന്നിട്ട് ശാരദാമ്മയുടെ വീടും കുടുംബശ്രീ ചായക്കടയും ഒക്കെ കണ്ടില്ല എന്നൊരു പരാതി വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ശിവൻ രോഹിത്തിനോടൊപ്പം ഇറങ്ങി വരുന്നുണ്ട്. അതിനുശേഷം ശിവനാണെങ്കിൽ അങ്ങ് ഹോട്ടലിനകത്തേക്കാണ് കയറി പോകുന്നത്. രോഹിത്താണെങ്കിൽ ഈ അകത്തേക്ക് മുറ്റത്തേക്കാണ് പോകുന്നത്. അന്നേരം ശാരികയും ശ്യാമയും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ശാരികയ്ക്കാണെങ്കിൽ അന്നേരം പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം. തുടർന്ന് ഇങ്ങനെ ശിവനെ കാണിച്ചിട്ട് രോഹിത്ത് പറയുന്നുണ്ട് അതാണ് ആള് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കളക്ഷൻ ഏജൻ്റ് എന്തെങ്കിലും പറഞ്ഞായിരിക്കും രോഹിത്ത് പരിചയപ്പെടുത്തുന്നത്. അന്നേരം ശ്യാമയും ശാരികയും കൂടി കടയിൽ നിൽക്കുന്ന ശിവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ കടയിലെല്ലാം അറിയാവുന്ന ആളിനെ പോലെ അങ്ങ് പെരുമാറുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം ശിവനെയും വിഷ്ണുവിനെയും ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. ഇനി അവർ നോക്കുമ്പോൾ ആ ഒരു സീനിലൂടെയാണോ കാണുന്നത് എന്നറിയില്ല. ശിവനെയും വിഷ്ണുവിനെയും ഇങ്ങനെ മാറി മാറി കാണിക്കുകയാണ് ചെയ്യുന്നത്. ശിവൻ പക്ഷേ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നിൽക്കുന്നു. വിഷ്ണു പഴയ പോലെ കടയിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെയുള്ള ആ ഒരു സീനുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 2 സീനുകളാണ് ഈ കമ്മിങ് സൂൺ പ്രൊമോയിൽ വന്നത്. അപ്പോൾ മിക്കവാറും അവിടെ റസാഖ് ആണെങ്കിൽ ആ രേഷ്മയുടെ ആ സ്റ്റാഫിൻ്റെ പുറകെയുള്ള ഒരു അന്വേഷണത്തിന് പിന്നാലെ പോകുമായിരിക്കും. അത് മിക്കവാറും ശാലിനിയോട് ചെന്ന് പറയുകയും ചെയ്യും. അത് എവിടെ രേഷ്മയുടെ കടയിൽ വന്നു എന്നത് കണ്ടുപിടിക്കാമല്ലോ. അവിടെ ആ ഒരു ശെൽവമാണല്ലോ വിഷ്ണുവിനെ പോലുള്ള ഒരാളിൻ്റെ ബോഡി ദഹിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അതുമായിട്ട് കണക്റ്റായിട്ട് എന്തെങ്കിലും തെളിവ് അവർ കണ്ടെത്തുമായിരിക്കും. പിന്നീട് ഈ കുടുംബശ്രീ ഹോട്ടലിൽ ശിവനും രോഹിത്തും വന്ന ആ ഒരു സീനേ കാണിക്കുന്നുള്ളൂ. അതിന് പിന്നെ ശാലിനി അറിയുമ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ എന്ന പോലെ ശാലിനിയെ സഹായിക്കുന്നത് ശിവൻ തന്നെയാണ് കളക്ടറേറ്റിലേക്ക് പോകാനായിട്ട്. പക്ഷേ അതും വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ശിവൻ തന്നെയായിട്ടായിരിക്കും സോൾവ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.